Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala asrafil makhluqin wa ala alihi wa sahbihi ajma'in amma ba'd. വേദിയിലുള്ള ബഹുമാന്യരായ സയ്യിദന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ സമുന്നതരായ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട ഉമറാക്കൾ, SKSFിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന വിഷയത്തിലായി, പ്രമേയത്തിലായി ഒരു വലിയ അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പടച്ചട്ടയായി നിൽക്കുന്ന SKSF എന്ന പഞ്ചാക്ഷരി അതിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി നടത്തപ്പെടുന്ന പ്രചരണ സമ്മേളനത്തിൻ്റെ തുടക്കവും അതോടൊപ്പം 100 കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവുമെല്ലാം ഇതേ വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രമേയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമെല്ലാം ഈ വേദിയിൽ നടക്കാനിരിക്കുകയാണ്. പ്രഗത്ഭരായ ഉലമാക്കളുടെ സംസാരങ്ങളൊക്കെ ഈ വേദിയിൽ നടക്കാനുണ്ട്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് സമുന്നതരായ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കാനും കാണാനുമൊക്കെ ആഗ്രഹത്തോടുകൂടി വിദേശ നാടുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഉണ്ട്. ഇതിലൂടെ അൽഹംദുലില്ലാഹ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം 2 മണിക്ക് ആരംഭിക്കുക എന്നുള്ളത് കൃത്യമായി പാലിച്ചു. പതാക ഉയർത്തുന്ന കർമ്മം മുതൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇവിടെ കൃത്യമായി നടന്നു. നമ്മുടെ നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായി നേരത്തെ തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് SKSFിൻ്റെ അടുത്ത കാലങ്ങളിൽ നടന്ന പ്രോഗ്രാമുകളിലെല്ലാം പരമാവധി സമയം കൃത്യത വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ ഒരു സന്തോഷത്തോടു കൂടി ഉണർത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം 100 വർഷം തികയുക എന്നത് പറഞ്ഞാൽ ഏതൊരാളും ആലോചിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഏതൊരു സംഘടനക്കും 100 വർഷമൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് ആ സംഘടന പുലർത്തിയിട്ടുള്ള വിശുദ്ധിയുടെ വഴിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിശുദ്ധിയുടെ വഴിയിൽ നിന്ന് ഒരംശം പോലും മാറി നിൽക്കാതെ, ഒരു അണുമണി തൂക്കം പോലും വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒരു വഴിയും ഇല്ലാതാക്കിക്കൊണ്ട്, ഒരു വഴിയും തുറന്നു നൽകാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിച്ചിട്ടുള്ള മഹാന്മാരായ മഹാരഥന്മാർ ഈ സമസ്തയെ നയിച്ചത് കൊണ്ടാണ് ഈ 100 വർഷം തികയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത്. കേരളത്തിൽ ആരും ഇന്ന് ആര് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മതപരമായ ഒരു വിഷയം വരുമ്പോൾ എവിടെ നിന്നും തിരിഞ്ഞു നോക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തു പറയുന്നു എന്നുള്ളത്, സമസ്തയുടെ തീരുമാനം എന്താണ് എന്നുള്ളതിലേക്കാണ് ഏത് ചാനലുകളും തിരിഞ്ഞു നോക്കുന്നത്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവർകളടക്കം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പോലും ഒരുപാട് മീഡിയകളുടെ ആളുകൾ ഓടിയെത്തുകയാണ്. എന്താണ് സമസ്തയുടെ ഇപ്പോൾ പറയാനുള്ള ശബ്ദം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ആളുകൾ ഓടുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 അതിന്റെ പ്രവർത്തന തുടക്കം കുറിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറയാതെ അറിയുന്നവരാണ് എന്റെ മുമ്പിലുള്ള ഓരോരുത്തരും. വഹാബിസത്തിന്റെ കടന്നുകയറ്റം നമ്മുടെ നാട്ടിൽ ശക്തമായി വന്ന സാഹചര്യത്തിൽ അത് ഇടപെട്ട് ഓരോ മഹല്ലുകളിലേക്ക് അവരെ തക്കം നോക്കിക്കൊണ്ട് കടന്നു വരുന്ന സാഹചര്യം വന്നപ്പോഴാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിറവി തന്നെ എന്ന് നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിറവി കൊണ്ടു എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട്
സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് വഹാബിസവുമായിട്ട് കടന്നു വന്ന ആളുകളെ മാറ്റി നിർത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞപ്പോ കേരളീയ ജനത അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, മനസ്സാ വാചാ കർമ്മണ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ട്രെയിനിൽ ഇറങ്ങിപ്പോയ പഴയ കാലത്തെ വഹാബി നേതാക്കന്മാർ പോലും പറയുന്നത്, ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾ ഒരു സമ്മേളനം വെച്ചാൽ, ഒരു മലപ്പുറം ജില്ലയിൽ ഒരു സമ്മേളനം വെച്ചാൽ, ഞങ്ങൾ ആ സമ്മേളനത്തിന് വേണ്ടി പരപ്പനങ്ങാടിയിലോ തിരൂരിലോ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ സമ്മേളനത്തിന് വേണ്ടി സലഫി സമ്മേളനത്തിന് പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കടയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ചോദിച്ചാൽ ആളുകൾ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ല, നിങ്ങൾക്കില്ല. നിങ്ങൾ പോകുന്ന സുന്നത്ത് ജമാഅത്ത് പൊളിക്കുന്നവരാണ്, നിങ്ങൾ വഹാബിസം വളർത്തുന്നവരാണെന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാര് പോലും അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ, അവരൊരു മഹല്ലിൽ വന്നാൽ, ഒരു നാട്ടിലുണ്ടായാൽ, ഒരു സമൂഹത്തിന്റെ ഇടയിലുണ്ടായാൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നാട്ടിൽ അത് വർദ്ധിച്ചു വരും. മാത്രമല്ല, ഐക്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഒരുമയോടുകൂടി ഒന്നിച്ചു നിന്നുപോകുന്ന നമ്മൾക്കിടയിൽ ഒരു മഹല്ലിൽ അവർ വന്നാൽ പോലും ഭിന്നതകൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായി സമസ്തയുടെ സമുന്നതരായ ഉസ്താദുമാർ നേരത്തെ നമ്മളോട് ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഓരോ മഹല്ലിൽ നിന്നും അവരെ മാറ്റി നിർത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി ഓരോ സമയത്തും ഇടപെടുകയും ഓരോ സമയത്തും ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലും വ്യത്യസ്തങ്ങളായ കോലങ്ങളിലും ഒക്കെ ആയിട്ട് പലരും രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ത്വരീഖത്തിന്റെ പേരിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ത്വരീഖത്ത് ഉണ്ടാക്കിക്കൊണ്ട് പലരും കടന്നു വന്നിട്ടുണ്ട്. ഈ ത്വരീഖത്താണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒറ്റയടിക്ക് തള്ളല്ല ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ കുറിച്ച് പഠനം നടത്തി. മഹാന്മാരായ ഉസ്താദുമാർ പഠനം നടത്തി. ഓരോ മേഖലയിലും ഓരോ ടീം വന്നപ്പോ, തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോ അവരെല്ലാം ഉണ്ടല്ലോ, അവരുടെ വേഷം കൊണ്ടും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠനം നടത്തി. അവർക്ക് എന്താ കുഴപ്പമുള്ളതെന്ന് ചർച്ചകൾ വന്നു. അവർക്ക് എന്താ വേഷത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് ചർച്ച വന്നു. ആ ചർച്ചകൾ വന്നപ്പോ അവർ പഠിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്, അവർ പഠിപ്പിക്കുന്ന കിതാബ് ഏതാണ്, അവർ പഠിപ്പിക്കുന്നത് ആരെയാണ് അവർ മുർഷിദായി കാണുന്നത്, ഇങ്ങനെ ഓരോന്നും പഠനം നടത്തി ആരിലാണ് തെറ്റുള്ളത് എന്ന് കൃത്യമായി പഠനം നടത്തി സമസ്തയുടെ സമുന്നതരായ ഉസ്താദുമാർ മഹല്ലത്തുകളിൽ ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഈ ഉമ്മത്തിനെ ബോധവാന്മാരാക്കി. ഇത് തെറ്റാണ്, ആ വഴിയിൽ നമ്മൾ പോകരുത്. ത്വരീഖത്ത് പിഴച്ചതാണ്, ആ പിഴച്ച വഴിയിൽ പോകരുത്. അപ്പൊ ചില ആളുകള് ചോദിച്ചു, ഇന്ന് ആളുകള് നമ്മൾ എഴുത്തരംഗങ്ങളിലും അതുപോലെ തന്നെ വലിയ പ്രഭാഷണ വേദികളിൽ പോലും തിളങ്ങി നിന്നിരുന്ന, സമസ്തയുടെ വേദിയിൽ തന്നെ തിളങ്ങി നിന്നിരുന്ന മഹത്തുക്കളൊക്കെ ആളുകളൊക്കെ കാണിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, അവരൊക്കെ ആ ത്വരീഖത്തിന്റെ ആളുകളാണല്ലോ. ആരാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പഠനം നടത്തി അതിന്റെ പഠനം പുറത്തേക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പുറത്താണ്. അത് കൃത്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞത് പ്രകാരമാണ്. അതാണ് നമ്മളൊക്കെ അംഗീകരിച്ചത്. ആരെ തള്ളിയോ അവരുടെ പിന്നാലെ നമ്മൾ പോയിട്ടില്ല, തള്ളിയവരുടെ പിന്നാലെ നമ്മൾ പോയിട്ടില്ല. തള്ളിയവർ പുറത്തന്നെയാണ്. കാരണം സമസ്ത വെറുതെ അല്ല. CIC എന്ന് പറയുന്ന സംവിധാനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ സിലബസിലും അവരുടെ കിതാബുകളിലും തെറ്റുണ്ട് എന്ന് സമസ്ത ഉസ്താദുമാർ പറയുന്നത് നീണ്ട 4-5 വർഷക്കാലത്തെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ്. അതിന് പ്രത്യേക സമിതികൾ പഠനം നടത്തി. ആ കിതാബുകളിലൊക്കെ തെറ്റുണ്ട്, അത് പഠിപ്പിക്കുന്ന ഇന്ന ആളുകളാണ് അതിന്റെ രചയിതാക്കൾ എന്ന് ബോധ്യപ്പെടുത്തി. ഇത് കൃത്യമായി ലെറ്റർ മുഖേന സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. വിവിധ ലെറ്ററുകൾ ആ ആളുകൾക്ക് അയച്ചു കൊടുത്തു. സമസ്തയുടെ കീഴിലാണ് സ്ഥാപനം എന്ന് പറയുമ്പോ ഇത്തരം സുന്നത്ത് ജമാഅത്തിന് പറ്റാത്ത പുസ്തകങ്ങൾ, കിതാബുകൾ അവിടെ പഠിപ്പിക്കാൻ പാടില്ല. അത്തരം ആളുകളുടെ പുസ്തകമല്ല പഠിക്കേണ്ടത്.
സുന്നത്ത് ജമാഅത്തില്ലാത്ത വഹാബികളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകൾ മാറ്റണമെന്ന് എഴുത്തുകൾ പോയപ്പോ, ആ എഴുത്തുകൾ മുന്നിലെത്തിയപ്പോ അതിലെല്ലാം ന്യായങ്ങളെ കൊണ്ട് മാത്രം തിരിച്ചു മറുപടി പറഞ്ഞപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ സമുന്നതരായ എല്ലാ സംഘടനകളുടെയും എല്ലാ ജില്ലാ കമ്മിറ്റി നമ്മളടക്കം ഈ വിനീതനടക്കമുള്ള ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം കോഴിക്കോടേക്ക് വിളിച്ചു ചേർത്തു. ആദ്യം അത് തള്ളുകയാണ്. എന്താണ് കാരണം? തള്ളുന്നതിന്റെ പിന്നിൽ ഇത്ര കാലം നടത്തിയ പഠനം എന്താണ് കൃത്യമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിക്കാണ്. ഇന്ന കിതാബുകളിൽ ഇന്ന തെറ്റുകളുണ്ട്, ഇന്നത് അടിസ്ഥാനത്തിൽ സമസ്ത അവർക്ക് കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെ, മറുപടി വന്നത് ഇങ്ങനെയാണ്, അങ്ങോട്ട് കൊടുത്ത ലെറ്റർ, ഇങ്ങോട്ട് വന്ന ലെറ്റർ ന്യായമല്ല. ഓരോന്നും പറഞ്ഞപ്പോ അവിടെ ഇരുന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർ ഇത് പറ്റൂല എന്ന് പറഞ്ഞത്. ആ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ പേര് നടക്കാൻ പറ്റൂല. പിന്നെ അത് സമസ്തയുടെ തീരുമാനമാണ്. നമ്മുടെ ഉസ്താദുമാർ വെറുതെ അല്ല അതിനെ തള്ളി പറയുന്നത്. തള്ളി പറഞ്ഞതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. അതങ്ങനെ തള്ളി പറഞ്ഞു, അതിന്റെ പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞു. അതിൽ തന്നെയാണ് SKS ഉറച്ചു നിൽക്കുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ചില ആളുകള് എല്ലാത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവർ വേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അവർ ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്ന പാർട്ടിക്കെതിരാണ്. ഞാൻ പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SKS, നമ്മുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എടുത്തു നോക്കുക, 26 അംഗത്തോളം വരുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, SKSന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒരു പാർട്ടിക്കും എതിരായി പ്രവർത്തിക്കുന്നവരല്ല. ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ ശാഖാ കമ്മിറ്റിയിൽ ഒരേ സമയം പാർട്ടിയോടൊപ്പവും ഒരേ സമയം SKSന്റെ പ്രവർത്തനവും സമസ്തയുടെ പ്രവർത്തനത്തെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നവരാണ്. അവരെയാണ് ചില ആളുകള് അവർ പറയുന്നത് ഇന്ന ആളുകളല്ല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ലെറ്ററുകൾ പുറത്തിറക്കുന്ന ആളുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ തികച്ചും ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ സമൂഹം നല്ല നിലക്ക് പോകുന്നതിന് ഇടയിൽ തുരങ്കം വെക്കുന്ന ഏർപ്പാടുകൾ ഒരു നിലക്കും നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്തിന്? നമ്മൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. ഈ വിനീതനടക്കം ഞാൻ ഒരു കുടുംബസമേതം ഒരു ടൂറ് പോകുകയാണെങ്കിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ആ ചാരത്ത് കയറിയാൽ പിന്നെ ഞങ്ങൾ പോകൽ പാണക്കാടേക്ക് ചൊവ്വാഴ്ച ഞങ്ങൾ പോകുന്നവരാണ്. ആ പാണക്കാട് തങ്ങന്മാരെല്ലാരും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങല്. അവിടെ ആരൊക്കെ കിട്ടും അവിടെയൊക്കെ കയറും. ഞാൻ പലപ്പോഴും സിയാറത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവിടത്തേക്ക് പോയിട്ട് ഓരോ തങ്ങന്മാരുടെ അടുക്കലേക്ക് നമ്മൾ മുന്നിൽ കൊണ്ടുപോയിട്ട് ദുആ ചെയ്യിപ്പിക്കും. ഇന്നും അത് തുടരുന്ന ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിനെതിരാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഫിത്നകളുമായി നടക്കുന്ന കുറെ ആളുകൾ എന്തിനാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ എന്നും ശബ്ദിക്കും. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അതിലൊരു അണ്ണുമണി തൂക്കം വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ അതിനു വേണ്ടിയുള്ളവരാണ്. സുന്നത്ത് ജമാഅത്താണ് സമസ്തയുടെ ഏറ്റവും വലിയ ആശയം. അതില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഒരു രംഗത്തും വരാൻ പാടില്ല. അത് സമസ്തയുടെ തീരുമാനമാണ്. അവർ വന്നാൽ മഹല്ല് പോലും പൊളിയും. മഹല്ല് മാത്രമല്ല, സമുദായം പോലും അവർ പൊളിഞ്ഞു പോകും. അവർക്ക് സുന്നത്ത് ജമാഅത്ത് അവരുടെ ഉള്ളിലില്ലെങ്കിൽ, മഹല്ലിൽ നടക്കുന്ന ഉറൂസിനോട് വിശ്വാസമില്ലെങ്കിൽ, മഹല്ലിൽ നടക്കുന്ന ആണ്ടിനോട് വിശ്വാസമില്ലാത്തവർ ഉത്തരവാദിത്തത്തിൽ വന്നാൽ വേണ്ടാന്ന് വെക്കുന്നിടത്തേക്ക് പോകും. അതുകൊണ്ടാണ് സമസ്തയുടെ മക്കൾ പറയുന്നത് അങ്ങനെയുള്ളവർ ചിലയിടത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വാശി പിടിക്കേണ്ടത്. അത് വാശി പിടിക്കേണ്ടതുമാണ്. ദീനിന്റെ ആവശ്യമാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. ദീൻ ഇവിടെ നിലനിൽക്കണം. സമസ്ത ദീനിന്റെ രൂപമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ആ വഴിയിൽ നമ്മൾ നിൽക്കുന്നവരാണ്. മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അടുത്ത ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാനാണ്. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ അനുസ്മരണം കൂടി ഈ വേദി സാക്ഷിയാവുകയാണ്. മഹാനവറുകള് വിനയത്തോടുകൂടി ഈ സമസ്തയുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന മഹാനവറുകളാണ്. നമുക്കറിയുന്ന, നേരിട്ടറിയുന്ന ആളാണ്. നേരിട്ടറിയുന്ന ബന്ധം കൊണ്ട് ഞാൻ പറയാം, സമസ്തയോട് നല്ല ബന്ധത്തോടുകൂടി ജീവിച്ച മഹാനാണ്. ആ നിലയിൽ ജീവിച്ച മഹാനവറുകൾ മരണം വരെ ഇതിന്റെ കാര്യങ്ങളിൽ നല്ല മനസ്സോടുകൂടി കാണുകയും ഭരിക്കുന്ന സമയം നല്ല ചിന്തയോടെ നല്ല സമയത്ത് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മരണപ്പെടുകയും ചെയ്തു. അല്ലാഹു തആല അവരുടെ ഖബറിടം, അവരുടെ ഉഖ്റവി ജീവിതം അല്ലാഹു ദർജ ഉയർത്തുമാറാകട്ടെ. അവരെയും നമ്മളെല്ലാം സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരായ ഉസ്താദുമാരൊക്കെ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പല ഉസ്താദുമാരും തിരക്കുള്ളവരൊക്കെ ഉണ്ട്. കൂടുതൽ നീട്ടി പറയുന്നില്ല. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഈ ഒരു സമയം
സമയത്തും വിളിച്ചു ചേർത്തപ്പോ എല്ലാവരും എത്തുന്ന ഒരു നിറഞ്ഞ സദസ്സിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കി തന്ന എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു വലിയ മറ്റ് ഫ്ലെക്സുകൾ വെച്ചോ മറ്റൊന്നും വലിയ പ്രചരണങ്ങൾ നടത്തിയല്ല. കേവലം നമ്മുടെ സാധാരണ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേവലം സാധാരണ ഫോണുകൾ ഉപയോഗിച്ച് വിളിച്ചവർ, നേരിൽ കാണുമ്പോൾ കൈപിടിക്കുമ്പോൾ നമ്മൾ പരിപാടിയിൽ ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചവർ, ആ വിളിയൊക്കെ കേട്ടപ്പോഴേക്കും മനസ്സാവാച സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് വന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഈ സമയം എത്താൻ കഴിയില്ല എന്ന നിലയിൽ അറിയിച്ച പലരും അവർ യൂട്യൂബിലൂടെ കാണുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ, നാട്ടിലും പ്രവാസ ലോകത്തുമുള്ള ഒരുപാട്